മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ണിന് മുമ്പിൽ പുറത്തു വരുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ഒരാൾ പുറത്തു വരും. വേറെ തിന്നാനാ കഴിക്കും, വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഒക്കെ ഇത് കല്യാണം കഴിക്കണം രാവിലെ ഉറങ്ങി എണീച്ചോ. ഹായ് ഗൈസ്, എന്റെ ലക്ഷങ്ങൾ സബ്സ്ക്രൈബറും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അദ്ദേഹം ഗൈസ് നമ്മുടെ അച്ചായന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഏത് അച്ചായൻ, എവിടുത്തെ അച്ചായൻ ഒന്നും ആരും ചോദിച്ചു വരണ്ട. നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒരൊറ്റ അച്ചായൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം തൊപ്പിയുടെ അച്ചായൻ. നമ്മുടെ സ്വന്തം തൊപ്പിയുടെ അച്ചായൻ കേട്ടിട്ടില്ലേ? തൊപ്പി എന്ന് പറയുമ്പോൾ അഭിമാന പൂരിതമാകണം, അച്ചായൻ എന്ന് പറയുമ്പോൾ തിളക്കണം ചോര നരമ്പുകളിൽ. അതാണ് നമ്മുടെ അച്ചായൻ. എന്തായാലും നമുക്ക് അച്ചായനെ കുറിച്ച് തൊപ്പിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് അച്ഛന്റെ കല്യാണത്തെ പറ്റി പറയുന്നത്? രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ണിന് മുമ്പിൽ പുറത്തു വരുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ഒരാൾ പുറത്തു വരും. വേറെ തിന്നാനാ കഴിക്കും, വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഒക്കെ ഇത് കല്യാണം കഴിക്കണം രാവിലെ ഉറങ്ങി എണീച്ച് വന്നപ്പോ. പക്ഷെ കല്യാണം മക്കളെ, ഇതാണ് കല്യാണം. ഇങ്ങനെ ആവണം കല്യാണം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇങ്ങനെ പെട്ടെന്നാക്കിയതിൽ വേറെന്തോ കാരണമുണ്ടെന്നുള്ളൊരു കരക്കമ്പിയൊക്കെ കേൾക്കുന്നുണ്ട്. അച്ചായനെ ഇട്ടിട്ട് പോയ പഴയ കാമുകിയോടുള്ള പ്രതികാരമാണെന്നൊക്കെ ചെറിയൊരു കരക്കമ്പി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നു. അതിലേക്ക് നമുക്ക് എന്തായാലും വരാം. അച്ചായൻ താലി കെട്ടുന്ന ആ മുഹൂർത്ത നിമിഷത്തിലേക്ക് നമുക്ക് പോയിട്ട് വരാം. കണ്ടോ കണ്ടോ ഗൈസ്, അച്ചായന്റെ കുലീനതയെന്ന് നോക്കിക്കേ. ഇനി എന്തായാലും അച്ചായൻ പെണ്ണ് കിട്ടില്ല എന്നൊന്നും ആരും പറഞ്ഞു വരരുത് കേട്ടോ. ഇതുപോലെ തൊപ്പിയെ നശിപ്പിക്കുന്നത് അച്ചായനാണെന്ന് ഇനിയും ആരും പറഞ്ഞു വരരുത് കേട്ടോ. അച്ചായൻ പെണ്ണൊക്കെ കെട്ടി ഫാമിലിയൊക്കെ ഇനി അടിച്ചോളൂ ജീവിതം. ഹണിമൂൺ 4-ാറിലോട്ട്, അയ്യോ 4-ാറില്ല 3-ാറിലോട്ട് പോകുന്ന അച്ചായൻ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലേ? അച്ചായൻ ഫാമിലിയൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഈ തൊപ്പി അങ്ങോട്ട് പോയിട്ട് അച്ചായനെ നശിപ്പിക്കാണ്ടിരുന്നാ മതി. ഈ അച്ചായനും ഫാൻസിനോട് എന്തോ പറയാനുണ്ട് പോലും. നമുക്ക് അതൊന്ന് കേട്ടു പോകാം. ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ള? ഞാൻ പറയാനുള്ളൂ, മക്കളെ ഇങ്ങനെ ചുമ്മാ കാളി കളിച്ച് നടന്നിട്ടൊന്നും ഒരു കഥയില്ല. മരിക്ക് പോയി പെണ്ണ് കെട്ടി നല്ല ഫാമിലി ആയിട്ട് ജീവിക്കാൻ നോക്കും. കേട്ടല്ലോ, കാളികളെ ഇങ്ങനെ കളിച്ചു നടക്കാതെ പെണ്ണ് കെട്ടി സെറ്റാക്കാൻ നോക്ക് കാളികളെ എന്ന് അച്ചായൻ പറഞ്ഞേ ഫാൻസിനോട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ചായ, മൂക്കൊലിപ്പ് മാറാത്ത ആമ്പിള്ളാർക്ക് പെണ്ണ് കൊടുക്കൂ. ഈ തൊപ്പീന്റെ ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ 8-ലും 9-ലൊക്കെ പഠിക്കുന്ന കൊച്ചു പിള്ളേരായിരിക്കും. അവരുടെ മൂക്കൊലിപ്പ് പോലും മാറിക്കാണത്തില്ല. അവർക്കൊക്കെ ആര് പെണ്ണ് കൊടുക്കും അച്ചായ? ഇങ്ങനെയൊക്കെ അച്ചായൻ പറയുന്നത് കണ്ടിട്ട് ഈ ഫാൻസുകാരൊക്കെ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും, പാപ്പ അച്ചായൻ പെണ്ണ് കെട്ടി, ഉമ്മ അച്ചായൻ പെണ്ണ് കെട്ടി, എനിക്കും പെണ്ണ് കെട്ടിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ചായൻ ഇതിന്റെ പുറകെ കിടന്ന് തൂങ്ങേണ്ടി വരും കേട്ടാ. നമ്മളെ വീട്ടുകാർ വല്ല പോത്തിനെയോ പശുവിനെയൊക്കെ കെട്ടാനുള്ള വേറെടുത്ത് കൊടുക്കുമായിരിക്കും അല്ലേ? കണ്ടറിയാം. അച്ചായൻ ഭാര്യനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. അച്ഛൻ്റെ ഭാര്യ കിടണം. പലർക്കും സംശയങ്ങളുണ്ടാവും, പലർക്കും പല കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞിട്ടുണ്ടാവും. ആരാന്ന് പറഞ്ഞു? ഇതാണ് മോനെ മാസ്. അച്ചായന് പറ്റിയ അച്ചായത്തി തന്നെ. എന്താ ആറ്റിറ്റ്യൂഡ്? അച്ചായന്റെ ഭാര്യയാണ് ഭാര്യ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്തായാലും ഇതും കൂടെ കണ്ടു നോക്കിക്കേ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. ആണായിട്ടും പെണ്ണായിട്ടും റമദാൻ മാസമായിട്ട് അച്ചാൻ ഇത്ര റൊമാൻറ്റിക്കാണെന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അച്ചായന്റെ ഈ റൊമാൻറ്റിക്കിലാണ് അച്ചായത്ത് വീണെന്ന് തോന്നുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ആവേശത്തിൽ നിൽക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ. എന്തായാലും നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് വരാം. എന്തായിരിക്കും അല്ലേ ഇത്ര പെട്ടെന്നൊരു കല്യാണം? അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കുറച്ച് ബാക്കിലോട്ട് സഞ്ചരിക്കാം. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 11 അച്ചായന്റെ പിറന്നാൾ ദിവസം തൊപ്പിയുടെ കൂടെ കേക്ക് കെട്ടി എന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. സങ്കടമുണ്ട്, എന്നാലും നമ്മൾ ആഘോഷിക്കുകയാണ്. പോയവര് പോയി, നമുക്ക് ജീവിക്കാം. ഒന്നര കൂടെ ഉണ്ട്.
ആശയമെങ്കിലും നിരാശ. കേട്ടില്ലേ? തൊപ്പി തగ్గടിക്കുമ്പോ അച്ചായൻ അതിനേലും ഡബിൾ തగ్గടിക്കുന്നു. 2 ആഴ്ച മുന്നേ നിരാശ കാമുകനായിരുന്ന അച്ചായനാണ് ഇപ്പൊ ദേ പെണ്ണ് കെട്ടിയിരിക്കുന്നത്. എന്തൊരു മറിമല്ലേ! നിരാശ കാമുകൻ ടു റൊമാൻറ്റിക് പുയ്യാപ്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരോടൊന്നല്ല, പഴയ കാമുകിയോടുള്ള വാശിപ്പുറത്താണ് പെട്ടെന്നുള്ള കല്യാണം. കാമുകിയോട് ജയിക്കാൻ വേണ്ടി, എന്തൊക്കെയോ തെളിയിക്കാൻ വേണ്ടി ശതഭ്രാന്ത് നടത്തിയ കല്യാണമായിരുന്നു ഇത്. വീഡിയോകൾക്കൊക്കെ താഴെ ഒരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെയുള്ള അച്ചായന്റെ മറുപടിയും കൂടെ നമുക്കൊന്ന് കാണാം. ആ കമന്റ് കൂടെ വായിച്ചു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് ഒന്നുകൂടെ ക്ലിയർ ആവും. നമുക്ക് എന്തായാലും ആ കമന്റ് ഒന്ന് വായിക്കാം. അച്ഛന്റെ പ്രായമുള്ള ആ കൊച്ചിനെ വെറുതെ ഇട്ടേക്ക്. ഇതിന് അച്ചായൻ കൊടുത്ത മറുപടി നമുക്ക് കേട്ടു നോക്കാം. ഇതാ മോനെ, കൂടെ വന്നപ്പോൾ നിന്നെക്കാളും നന്നായി അവർക്കറിയാം അച്ഛന്റെ ആണോ അപ്പൂപ്പന്റെ ആണോ ആർക്കാണെന്ന്. അമ്മ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഞാൻ റേഷൻ ചോദിച്ച് വീഡിയോ ഇട്ടപ്പോൾ സംഭവം മാറിയെന്നേ ഉള്ളൂ. വെറും 2 ആഴ്ച കൊണ്ടൊരു പെണ്ണിനെ സെറ്റാക്കി കല്യാണം കഴിക്കുമ്പോൾ ആർക്കാണെങ്കിലും പൊളിയൂലേ? കൂടുതൽ വിവരം അറിയാതെ വികാരം കൊള്ളല്ലേ പോലും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അച്ഛനൊരു ആവശ്യം വന്നപ്പോ കാമുകി ഇട്ടേച്ചു പോയപ്പോ വെറും 2 ആഴ്ച കൊണ്ടൊരു പെണ്ണിനെ സെറ്റാക്കി കല്യാണം കഴിച്ചാൽ അങ്ങനെ പറയുന്നുണ്ട്. സോ അതിനുള്ള അച്ചായന്റെ മറുപടി, സ്വീറ്റ് റിവെഞ്ചിനുള്ള മറുപടിയാണ് ഈ കല്യാണം. എന്തായാലും ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കൈക്ക് പകരം കൈ, തലക്ക് പകരം തല, കല്യാണത്തിന് പകരം കല്യാണം. അതാണ് അച്ചായന്റെ പോളിസി. അതെന്തായാലും നന്നായി. പലരും പ്രണയ നൈരാശ്യത്തിന് പല റിവെഞ്ചിനൊക്കെ പോകുമല്ലോ, അതേപോലെ അച്ചായൻ അങ്ങനെ പോകുന്നില്ല. അച്ചായൻ വേറൊരു കല്യാണം അങ്ങോട്ട് കഴിച്ചു. വളരെ നല്ല കാര്യം. ഇനി എന്തായാലും റിവെഞ്ചിന് പോകത്തില്ലല്ലോ. എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി റിവെഞ്ചിന് ഒരു പോക്കും പോകുന്നൊന്നും വേണ്ട. എന്തായാലും നല്ല രീതിയിൽ ജീവിച്ചു കാണിച്ചാൽ മതി. അപ്പൊ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സംശയം, ഏതാണ് ആ കാമുകി? എന്തിനായിരിക്കും അച്ചായനെ ഇട്ടിട്ട് പോയത്? ആരായിരിക്കും അച്ചായനെ ഇട്ടിട്ട് പോയത്? അതല്ലേ നിങ്ങളുടെയൊക്കെ സംശയം. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. വീണ്ടും കുറച്ചുകൂടി പിറകിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. ഏകദേശം മാർച്ച് 11 അച്ചായന്റെ പിറന്നാൾ ദിവസം. ആ പുണ്യ ദിവസത്തിൽ അച്ചായൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത സ്റ്റോറി. ഏതാണ് ആ സ്റ്റോറി എന്നുള്ളത്? ആ സ്റ്റോറി ഇതാണ്. ഞാൻ സൈഡിൽ കാണിച്ചു തരാം. കണ്ടോ? സ്വീറ്റ് ഹാർട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ്. സൈഡിൽ നോക്കി, ഇത് റൊമാൻറ്റിക്. ഈ അച്ചായൻ റൊമാൻറ്റിക്കിന്റെ ഒരാളാണ് കേട്ടോ. എന്തായാലും ഇതാണ് സ്വീറ്റ് ഹാർട്ട് ബർത്ത്ഡേക്ക് അച്ചായന് കൊടുത്ത ഗിഫ്റ്റ്. എന്തായാലും അച്ചായൻ സ്വീറ്റ് ഹാർട്ടിന് അങ്ങോട്ട് കൊടുത്ത പണി എന്താന്ന് വെച്ചാൽ, ഇത് സ്വീറ്റ് ഹാർട്ട് അച്ചായൻ ഇങ്ങോട്ട് കൊടുത്തതല്ല, അച്ചായന്റെ ബർത്ത്ഡേക്ക് സ്വീറ്റ് ഹാർട്ടിന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. അതായത് ഒഴിവാക്കിപ്പോയ കാമുകിക്ക് ഒപ്പമുള്ള പഴയ ഫോട്ടോ കുത്തിപ്പൊക്കി എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് സ്റ്റോറി അങ്ങോട്ട് ഇട്ടു. ഇത് കണ്ട മധുര ഹൃദയമുള്ള ചേച്ചി അച്ചായനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നായിരുന്നു. ഇനി എന്തായാലും ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. എന്റെ പേര് ചിന്നു. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ട് വന്നതിന്റെ കാരണം അച്ചായനാണ്. എല്ലാവർക്കും ഏകദേശം കുറച്ചു പേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ. എനിക്കിവിടെ വേറെ പേരൊന്നും ആരുടെ പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ചു പോയിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അച്ചായന്റെ ഒരു കുറുമ്പുകളല്ലേ ചേച്ചി? മധുരഹൃദയമുള്ള ചേച്ചിക്ക് മധുരഹൃദയമുള്ള അച്ചായന്റെ ചെറിയൊരു പ്രതികാരം. അച്ചായൻ പറഞ്ഞ അനുമാനപ്രകാരം തമ്പീന്റെ കൂടെ പോയി ചേച്ചി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അച്ചായൻ ചേച്ചിക്കിട്ട് ഒരു പണി കൊടുക്കാൻ നോക്കിയതാണ്. പക്ഷെ സംഭവം മോശമായി പോയി. പക്ഷെ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ ഇന്റിമേറ്റ് ഫോട്ടോ കൊണ്ടുവന്ന് സ്റ്റോറി ഇടുന്നത് വളരെ മോശമല്ലേ? പറയാതെ വയ്യ. ബാക്കി കൂടെ കേട്ടു നോക്കാം. പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയെ ഞാൻ ബ്ലോക്ക് എല്ലാം ചെയ്ത് വെച്ചത്. പുള്ളി നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള്. പുള്ളിയുടെ നല്ല ഇതാണ്. പുള്ളി ഒരു ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പുള്ളി എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് പറഞ്ഞത് പുള്ളിയോട് ഓക്കെ ആവില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ഞാൻ ഓപ്പണായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നെ കഴിയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ടായിട്ട് നിന്നൊരു. പക്ഷെ അങ്ങനെയല്ലല്ലോ ചേച്ചി അച്ചായൻ പറഞ്ഞത്. അമ്മയ്ക്ക് വയ്യാണ്ട് വന്നപ്പോൾ സഹായം ചോദിച്ചപ്പോൾ നിങ്ങൾ
സെറ്റേച്ച് പോയതാണെന്നാണല്ലോ അച്ചായൻ പറഞ്ഞത്. എന്തോ ഇപ്പൊ അതുകൊണ്ട് എന്തായി? കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അച്ചായൻ വേറൊരു പെണ്ണ് കെട്ടി, അച്ചായൻ സെറ്റായി. നിങ്ങൾ ഏതൊരു തമിഴന്റെ കൂടെയും സെറ്റായി. എന്തായാലും രണ്ടാമത് സെറ്റായ സ്ഥിതിക്ക് നമുക്ക് ഈ കമ്മിറ്റി അങ്ങോട്ട് പിരിച്ചു വിട്ടാലോ? എന്തായാലും എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്കിനി എന്തായാലും അച്ചായന്റെ ഫാമിലി വ്ലോഗ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്തോ. എന്തായാലും നിങ്ങളെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയുടെ നല്ല ശക്തമായിട്ടുള്ള കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി റിയാക്ഷനുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.